നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ. എനിക്ക് ശങ്കരൻകുട്ടീൻ്റെ കൂടെ തായമ്പൊക്കെ പഠിക്കണമെന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ റിഹേഴ്സലില്ല ഉള്ളത്. കുറേ പഠിക്കാൻ തുടങ്ങിയിട്ട്. സിനിമ നടൻ ജയറാൻ പഠിക്കുമ്പോൾ പിന്നെ എനിക്കെന്താ പഠിച്ചൂടെ? അത് പെട്ടെന്ന് പഠിച്ചെടുക്കാപ്പാ, അതിന് വലിയ പ്രയാസമൊന്നുമില്ല. എനിക്കതിനോട് ഭയങ്കര സംഭവം താല്പര്യമുണ്ട്, അതാണ്. സ്വാമിനെ കഴിഞ്ഞ ദിവസം എവിടെയോ കണ്ടിരുന്നല്ലോ. പെരളശ്ശേരി അമ്പലത്തിലോ മട്ടര അമ്പലത്തിലോ എവിടെയാ കണ്ടത്? സ്വാമിമാർ മണ്ണിലും വിണ്ണിലും തൂണിലും തുരുമ്പിലും ഒക്കെ കാണുമല്ലോ ഭക്തന്മാരെ. അങ്ങനെയൊന്നല്ല, സ്വാമിനെ നല്ല പരിചയമുണ്ടല്ലോ. എവിടെയോ നല്ലൊരു സ്ഥലത്ത് കണ്ടതുപോലെയുണ്ട്. നിങ്ങൾ പൊതുവെ ഭക്തന്മാരാണല്ലോ അല്ലേ? അങ്ങനെയൊന്നുമല്ല, നമ്മൾ പലപ്പോഴും അമ്പലത്തിൽ വരാറുണ്ട്. പക്ഷേ സ്വാമിനെ വേറെ എവിടെയല്ലോ കണ്ടിട്ടുണ്ടല്ലോ. സ്വാമി ശരിക്കും എവിടെയാണ്? ഞാൻ പറഞ്ഞില്ലേ ഭക്ത, ഞാൻ പല സ്ഥലത്തും കാണും. സ്വാമി, ഒരു സംശയം ചോദിച്ചോട്ടെ? എന്താ സംശയം ഭക്ത? സ്വാമി, ഈ വിധി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടോ? എന്താ സംശയം? ഉണ്ടല്ലോ. സ്വാമി അതിനൊരു ഉദാഹരണം പറഞ്ഞു തരുമോ? നിങ്ങൾ സ്ഥിരമായി അമ്പലത്തിൽ വരാറില്ലെന്നല്ലേ പറഞ്ഞത്? ഇന്ന് വന്നില്ലേ? അതുതന്നെ ഒരുതരം വിധിയല്ലേ? സ്വാമി, വേറെ സംശയം. ഭാഗ്യം എന്നുള്ള ഒരു സംഭവം ഉള്ളതാണോ? ഭാഗ്യമുണ്ടോ? അതെന്താ സംശയം? നിങ്ങളിന്ന് 3 പേരും എന്നെ കണ്ടില്ലേ? അതുതന്നെ ഒരു ഭാഗ്യമല്ലേ? എടാ, എനിക്കൊരു സംശയം. പണ്ട് വടക്കയിലെ സുമുദേച്ചിനിടയ്ക്ക് ഒരു സ്വാമി വരവുണ്ട്. അയാളെ ഞാനോ ഇയാളെന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇയാൾ എവിടെയല്ലോ വേറെയും കണ്ടിട്ടുണ്ട്. അയാളെ ഞാനെന്ന് എൻ്റെ സംശയം. എടാ, നമുക്ക് സ്വാമിയോടെ ഒന്ന് ചോദിച്ചു നോക്കിയാലോ? എന്നാൽ പിന്നെ അത് തന്നെ നല്ലത്. നിങ്ങൾ എന്താ അസംബന്ധം പറയുന്നേ? അത് ഞാനെന്നല്ലേ, ഒരാളെപ്പോലത്തെ 7 ആളുണ്ടാവും. ഒലക്ക സുമതി പോലും. വടക്കേലെ സുമതി, യോഗം, ഭാഗ്യം ഓരോരുത്തന്മാർ ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് വരും. ഓളല്ലോ അത്ര നല്ലയാണെങ്കിൽ ഞാൻ ഈ അമ്പലത്തിൻ്റെ തറയിൽ വന്ന് ഇരിക്കണേനുവാ.